ഹായ് ഫ്രണ്ട്സ്, കേരള PSC 15/12/2023 നടത്തിയ കുക്കിൻ്റെ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 241/2023 ആണ്. ചോദ്യം 1. പെരിഷബിൾ ഫുഡ് മെറ്റീരിയൽസ് റിഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അഭികാമ്യമായ താപനില ഡാഷാണ്. ചോദ്യം 1. പെരിഷബിൾ ഫുഡ് മെറ്റീരിയൽസ് റിഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അഭികാമ്യമായ താപനില ഡാഷാണ്. ഉത്തരം സി ആണ്, 1 to 4 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 2. ഇറച്ചിയിലെ പ്രോട്ടീൻ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഇറച്ചിയിലെ പ്രോട്ടീൻ ഡാഷ് എന്നറിയപ്പെടുന്നു. ഉത്തരം എ ആണ്, മയോസിൻ. ചോദ്യം 3. ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുമ്പോൾ അതിലെ ഡാഷ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഉത്തരം സി ആണ്, വിറ്റാമിൻ സി. ചോദ്യം 4. ഡാഷ് എന്നത് ഒരു ക്ലാസ് ഓഫ് പ്രൊഫഷണൽ കുക്കറിയിൽ ഉൾപ്പെട്ട ഒന്നാണ്. ചോദ്യം 4. ഉത്തരം എ ആണ്, ക്യൂസിൻ സിമ്പിൾ. ചോദ്യം 5. ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികൾക്ക് പച്ചനിറം കൊടുക്കുന്നത് ഡാഷ് എന്ന പിഗ്മെൻ്റ് ആകുന്നു. ഉത്തരം ബി ആണ്, ക്ലോറോഫിൽസ്. ചോദ്യം 6. പഞ്ചസാര ചൂടാക്കിയാൽ ഡാഷായി മാറുന്നു. ഉത്തരം എ ആണ്, ക്യാരമൽ. ചോദ്യം 7. ഡാഷ് എന്നത് ഭക്ഷണത്തിൻ്റെ ഒരു ഘടനയാണ്. ഡാഷ് എന്നത് ഭക്ഷണത്തിൻ്റെ ഒരു ഘടനയാണ്. ഉത്തരം ഡി ആണ്, സ്പോഞ്ചി. ചോദ്യം 8. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി നീക്കം ചെയ്യുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം സി ആണ്, പീലിംഗ്. ചോദ്യം 9. ആട്ടമാവ് നന്നായി കുഴയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം ഡി ആണ്, ഇവയെല്ലാം. ചോദ്യം 10. ഡാഷ് എന്നത് പന്നിയിറച്ചിയുടെ കൊഴുപ്പിനെയാണ് പറയപ്പെടുന്നത്. ചോദ്യം 10. ഉത്തരം എ ആണ്, ലാർഡ്. ചോദ്യം 11. പച്ചക്കറികൾ അവയുടെ നിറം നഷ്ടപ്പെടാതെ പാചകം ചെയ്യുന്ന രീതിയെ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 11. ഉത്തരം ബി ആണ്, ഫാസ്റ്റ് ബോയിലിംഗ്. ചോദ്യം 12. ഡാഷ് ഒരു കെമിക്കൽ റൈസിംഗ് ഏജൻറ്റിന് ഉദാഹരണമാണ്. ഉത്തരം സി ആണ്, ബേക്കിംഗ് പൗഡർ. ചോദ്യം 13. ഡാഷ് എന്നത് ഗ്രില്ലിങ്ങിൻ്റെ വേവ് സൺഐസ് സൂചിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് പദം ആണ്. ചോദ്യം 13. ഉത്തരം ഡി ആണ്, ഓബ്ലൂ. ചോദ്യം 14. നേരിട്ടുള്ള ചൂടിൽ എണ്ണയോ കൊഴുപ്പോ ഉപയോഗിക്കാതെ പാചകം ചെയ്യുന്ന രീതിയെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം സി ആണ്, ബ്രോയിലിംഗ്. ചോദ്യം 15. പാചകത്തിന് ആവശ്യമായ സാധനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ചോദ്യം 15. ഉത്തരം എ ആണ്, മിസ് എൻ പ്ലേ എന്നാണ് ഇതിന് പറയുന്നത്. ചോദ്യം 16. ഡാഷ് തരത്തിലുള്ള പാത്രങ്ങൾ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നത് ആശ്വാസമല്ല. ഡാഷ് തരത്തിലുള്ള പാത്രങ്ങൾ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നത് ആശാസ്യമല്ല. ചോദ്യം 16. ഉത്തരം ബി ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ചോദ്യം 17. ഡാഷ് എന്ന പാചക രീതി പോട്ട് റോയിസ്റ്റിംഗ്, സ്റ്റൂയിങ് എന്നീ പാചക രീതികൾ സംയോജിപ്പിച്ച് ഉള്ളതാണ്. ഉത്തരം എ ആണ്, ബ്രൈസിംഗ്. ചോദ്യം 18. രോഗികൾക്കായി പാചകം ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പാചക രീതി ഡാഷ് ആകുന്നു. ഉത്തരം ഡി ആണ്, സ്റ്റീമിംഗ്. ചോദ്യം 19. ഒരു മൈക്രോവേവ് ഓവനിൽ ഇലക്ട്രിസിറ്റിയെ മൈക്രോവേവ് ആക്കി മാറ്റുന്നത് ഡാഷ് എന്ന പ്രത്യേക ഭാഗമാണ്. ചോദ്യം 19. ഉത്തരം ഡി ആണ്, മാഗ്നറ്റോൺ. ചോദ്യം 20. വീണ്ടും ചൂടാക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് പദം ഏത്? വീണ്ടും ചൂടാക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് പദമാണ് എ ആണ് ഇതിൻ്റെ ഉത്തരം, റിഷ്വ. ചോദ്യം 21. തന്തൂരി ചിക്കൻ എന്നത് ഡാഷ് സംസ്ഥാനത്തു നിന്നുള്ള ഒരു പ്രത്യേക ഭക്ഷണം ആണ്. ചോദ്യം 21. സി ആണ് ഇതിൻ്റെ ഉത്തരം, പഞ്ചാബ്. ചോദ്യം 22. ഡാഷ് ഒരു ഗുജറാത്തി വിശിഷ്ട ഭോജനം ആണ്. 22. ഡാഷ് എന്നത് ഒരു ഗുജറാത്തി വിശിഷ്ട ഭോജനം ആണ്. ഉത്തരം സി ആണ്, ഉഡിയു. ചോദ്യം 23.
ഫിംഗർ മില്ലറ്റ് എന്നത് മലയാളത്തിൽ ഡാഷ് എന്നറിയപ്പെടുന്നു. ഫിംഗർ മില്ലറ്റ് എന്നത് മലയാളത്തിൽ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ചോദ്യം 23. ഉത്തരം എ ആണ്, പഞ്ഞപ്പുല്ല്. ചോദ്യം 24. ഡാഷ് ഉപയോഗിച്ചാണ് പരമ്പരാഗത രീതിയിൽ രാസഗുള ഉണ്ടാക്കുന്നത്. ചോദ്യം 24. ഉത്തരം ഡി ആണ്, ചെന. ചോദ്യം 25. ഇഡ്ഡലിപ്പൊടി എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന മസാലയുടെ ശരിയായ പേര് ഡാഷ് എന്നാകുന്നു. ചോദ്യം 25. ഉത്തരം ബി ആണ്, മുലകാപ്പൊടി മസാല. ചോദ്യം 26. ബ്രൗൺ ൻ്റെ കൂടെ ഡാഷ് ചേർക്കുമ്പോൾ ആണ് ബ്രൗൺ സോസ് ഉണ്ടാകുന്നത്. ചോദ്യം 26. ഉത്തരം ബി ആണ്, ബ്രൗൺ. ചോദ്യം 27. വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സമയം എത്ര? ചോദ്യം 27. ഉത്തരം സി ആണ്, 20-25 മിനിറ്റ്. ചോദ്യം 28. മത്സ്യം, മാംസം, പച്ചക്കറികൾ എന്നിവ വേവിച്ച ശേഷം പാത്രത്തിൽ മിച്ചം വരുന്ന ദ്രാവകം എന്താണ്? ചോദ്യം 28. ഉത്തരം സി ആണ്, പോട്ട് ലിക്കർ. ചോദ്യം 29. കൺസോമ തയ്യാറാക്കുമ്പോൾ സൂപ്പിൻ്റെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന ഘടകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഡി ആണ്, റാപ്റ്റ്. ചോദ്യം 30. ചൗദർ ഏത് രാജ്യത്തെ പ്രധാന സൂപ്പാണ്? ചോദ്യം 30. ഉത്തരം ബി ആണ്, അമേരിക്ക. ചോദ്യം 31. ഗ്രീൻ പെപ്റ്റിൻ സൂപ്പ് ഏത് രാജ്യത്തെ പ്രധാന സൂപ്പാണ്? ചോദ്യം 31. ഉത്തരം ഡി ആണ്, ഇംഗ്ലണ്ട്. ചോദ്യം 32. സോസുകൾക്ക് സാന്ദ്രത കൈവരിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഘടകം ഏത്? ഉത്തരം എ ആണ്, റൂ. ചോദ്യം 33. ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മദർ സോസ് ഏതാണ്? ചോദ്യം 33. ഉത്തരം ഡി ആണ്, ഹോളൈൻസൈസ്. ചോദ്യം 34. ബ്രൗൺ സോസിൻ്റെ പ്രധാനപ്പെട്ട ഉപസോസിനെ ഡാഷ് എന്ന് പറയുന്നു. ചോദ്യം 34. ഉത്തരം സി ആണ്, ഡെമിഗ്ലേസ്. ചോദ്യം 35. കൺസോമ സെയിൻറ്റ് ജർമൻ എന്ന സൂപ്പിൻ്റെ ഗാർണിഷ്. ചോദ്യം 35. ഉത്തരം ബി ആണ്, ഗ്രീൻ പീസ്. ചോദ്യം 36. ഭംഗിയുള്ള ആകൃതിയിൽ മുറിച്ച ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് മിശ്രിതം വെച്ച അപ്പട്ടൈസർ ആണ്. ചോദ്യം 36. അതിൻ്റെ ഉത്തരം സി ആണ്, കനാപ്പെ. ചോദ്യം 37. അപ്പട്ടൈസർ ആയി വിളമ്പുന്ന സ്റ്റർജൻ ഫിഷിൻ്റെ ഉപ്പിലിട്ടുണക്കിയ മുട്ടയെ ഡാഷ് എന്ന് പറയുന്നു. ചോദ്യം 37. അതിൻ്റെ ഉത്തരം സി ആണ്, കവിയർ. ചോദ്യം 38. കുക്കുംബർ സലാഡിൽ മുഖ്യ ഘടകമായ കുക്കുംബറിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ചോദ്യം 38. ഉത്തരം ബി ആണ്, ഹാക്ടോൺ ബോഡി എന്നാണ് വിളിക്കുന്നത്. ചോദ്യം 39. സലാഡിൻ്റെ രുചിയും മണവും കൂട്ടുന്ന ദ്രാവക രൂപത്തിൽ ഉള്ളതും സലാഡിൻ്റെ മുകൾ ഭാഗത്തോ മിക്സ് ചെയ്യുകയോ ചെയ്യുന്ന ഘടകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ചോദ്യം 39. ഉത്തരം ബി ആണ്, ഡ്രസ്സിംഗ്. ചോദ്യം 40. പ്രായമായ മൃഗങ്ങളുടെ മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന് ഡാഷ് നിറമാണ്. ചോദ്യം 40. ഉത്തരം സി ആണ്, കടും മഞ്ഞ. ചോദ്യം 41. മൃഗങ്ങളെ കശാപ്പ് ചെയ്ത ഉടനെ അതിൻ്റെ പേശികൾ ദൃഢമാവുകയും മാംസത്തിന് കട്ടിവയ്ക്കുകയും ചെയ്യുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം സി ആണ്, റിഗർ മോർട്ടിസ്. ചോദ്യം 42. പരന്നതും വൃത്താകൃതിയിലുള്ളതും കരളിൽ മാത്രം കൊഴുപ്പ് കാണപ്പെടുന്നതുമായ മത്സ്യങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം ബി ആണ്, വൈറ്റ് ഫിഷ്. ചോദ്യം 43. പുതിയ മത്സ്യങ്ങളുടെ ചെകിളപ്പൂവുകൾക്ക് ഡാഷ് നിറം ആയിരിക്കും. ചോദ്യം 43. ഉത്തരം സി ആണ്, ചുമപ്പ്. ചോദ്യം 44. വലിയ മത്സ്യങ്ങളിൽ നിന്ന് ഏകദേശം 3 സെൻറ്റിമീറ്റർ കനത്തിൽ എല്ലിനോടൊപ്പം മുറിച്ചെടുത്ത കഷണം ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഉത്തരം ബി ആണ്, ഡാൻ. ചോദ്യം 45. ആർട്ടിച്ചോക്ക്, കോളിഫ്ലവർ എന്നിവ പച്ചക്കറികളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഡി ആണ്, ഫ്ലവേഴ്സ്. ചോദ്യം 46. ബേക്കിംഗ് സോഡ പോലെയുള്ള ആൽക്കലികൾ ക്ഷാരം ഉപയോഗിച്ച് പച്ചക്കറികൾ വേവിച്ചാൽ അവ കൂടുതൽ ഡാഷ് ഉള്ളതാകുന്നു. ചോദ്യം 46. എ ആണ് അതിൻ്റെ ഉത്തരം, മൃദുവാകുന്നു. ചോദ്യം 47. ബീറ്റ്റൂട്ട്, വഴുതന, വയലറ്റ് കാബേജ് എന്നിവയിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ചോദ്യം 47. ഉത്തരം സി ആണ്,
അന്താസയോനിൻ. ചോദ്യം 48. രോഗികൾക്ക് പൊതുവെ ദഹനശേഷിയും ഭക്ഷണത്തോടുള്ള താല്പര്യവും ഡാഷ് ആയിരിക്കും. ഉത്തരം ബി ആണ് കുറവ്. ചോദ്യം 49. മുട്ട സൂക്ഷിക്കേണ്ട അനുയോജ്യമായ താപനില ഏതാണ്? മുട്ട സൂക്ഷിക്കേണ്ടതിൻ്റെ അനുയോജ്യമായ താപനില. ഉത്തരം സി ആണ് 2 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ. ചോദ്യം 50. വേവിച്ച മുട്ടയിൽ ഉണ്ടാകുന്ന ബ്ലൂ റിങ് എന്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ചോദ്യം 50. ഉത്തരം എ ആണ് ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് അയൺ. ചോദ്യം 51. 8 കോഴ്സുള്ള റെസ്റ്റോറൻറ്റ് മെനു താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? ഉത്തരം എ ആണ് അലാകാർട്ട് മെനു എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 52. പാസ്ത വിഭവങ്ങൾ ഏത് ഗണത്തിൽപ്പെടുന്നു? പാസ്ത വിഭവങ്ങൾ ഏത് ഗണത്തിൽ? ഉത്തരം എ ആണ് ഫാരിനേഷ്യസ്. ചോദ്യം 53. താഴെ പറയുന്നവയിൽ കോൾഡ് ബൂഫയിനിൽ പെടാത്തത് ഏത്? കോൾഡ് ബൂഫയിനിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ് റോസ്റ്റ് ബീഫ്. ചോദ്യം 54. വളരെ പ്രായം ചെന്നവർക്കായി മെനു തയ്യാറാക്കുമ്പോൾ അതിലെ കലോറി മൂല്യം എങ്ങനെ ആയിരിക്കണം? ചോദ്യം 54. ഉത്തരം ഡി ആയിരിക്കണം 1500 കുറവ്. ചോദ്യം 55. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചീസിന് ഉദാഹരണമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചീസിന് ഉദാഹരണമല്ലാത്തത്. ഉത്തരം സി ആണ് ബെലൂഗ. ചോദ്യം 56. അടുക്കളയിലെ വേസ്റ്റ് ശേഖരിക്കുന്ന ഡസ്റ്റ്ബിന്നിന് വേണ്ട സവിശേഷത എന്ത്? ചോദ്യം 56. ഉത്തരം എ ആണ് മുറിക്ക് അടയ്ക്കാവുന്ന അടപ്പ് ഉണ്ടായിരിക്കണം. ചോദ്യം 57. അടുക്കളയിലെ എണ്ണയുള്ള പാത്രത്തിൽ തീ പിടിച്ചാൽ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഉത്തരം 57 ആണ്. ഉത്തരം സി ആണ് ഫയർ ഹോസ്. ചോദ്യം 58. ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഊർജ്ജം ലാഭിക്കുന്നതിനായി ചെയ്യേണ്ടത് ഏത്? ചോദ്യം 58. ഉത്തരം സി ആണ് ഓവൻ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രീഹീറ്റ് ചെയ്യുക, സ്റ്റാൻഡ് ബൈയിൽ വയ്ക്കാതെ ഇരിക്കുക. ചോദ്യം 59. ഷെഫ് ദി ക്യൂസിൻ എന്നാൽ ആരാണ്? ഷെഫ് ദി ക്യൂസിൻ എന്നാൽ ആരാണ്? ചോദ്യം 59. ഉത്തരം എ ആണ് എക്സിക്യൂട്ടീവ് ഷെഫിനെയാണ് അങ്ങനെ പറയുന്നത്. ചോദ്യം 60. കോൾഡ് ബൂഫെ, സാൻഡ്വിച്ച്, കനാപ്പോ, ലാർഡർ ജോലികൾ മുതലായവ ആരുടെ ഉത്തരവാദിത്തമാണ്? ചോദ്യം 60. ഉത്തരം ബി ആണ് ഷെഫ് ഗാർഡ് മാഞ്ചർ. ചോദ്യം 61. ഷെഫ് കമ്മ്യൂണറുടെ ജോലി എന്താണ്? ഷെഫ് കമ്മ്യൂണറുടെ ജോലി. ഉത്തരം ബി ആണ് സ്റ്റാഫ് കുക്ക്. ചോദ്യം 62. ബാക്ടീരിയ പെട്ടെന്ന് വളരുന്ന താപനില അഥവാ ടെമ്പറേച്ചർ ഡേഞ്ചർ സോൺ എന്നാൽ എത്രയാണ്? ചോദ്യം 62. ഉത്തരം എ ആണ് 45 to 140 ഡിഗ്രി ഫാരൻഹീറ്റ്. ചോദ്യം 63. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കൈ നിർബന്ധമായും കഴുകിയിരിക്കേണ്ട സാഹചര്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ് പച്ചക്കറികൾ കഴുകിയതിന് ശേഷം. ചോദ്യം 64. പെട്ടെന്ന് കേടാവുന്ന ഹൈ റിസ്ക് ഫുഡിൽ പെടാത്തത് ഏത്? ഉത്തരം സി ആണ് വെജിറ്റബിൾ കറി. ചോദ്യം 65. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രോസ് കണ്ടാമിനേഷന് സാധ്യത കുറവുള്ള പദാർത്ഥം ഏത്? ഉത്തരം സി ആണ് ക്യാബേജ് തോരൻ. ചോദ്യം 66. രോഗാണുക്കൾ വേഗം വളരാനും പടരാനും സാധ്യതയുള്ളത് എങ്ങനെയുള്ള കൈകളിലാണ്? ഉത്തരം ബി ആണ് നനഞ്ഞ പ്രതലത്തിൽ. ചോദ്യം 67. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഫ്രിഡ്ജിലെ താപനില ഏറ്റവും കുറഞ്ഞത് എത്രയായിരിക്കണം? ഉത്തരം സി ആണ് 5 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 68. മനുഷ്യരുടെ തൊലിയിലും മൂക്കിലും മുറിവുകളിലും കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയുടെ പേര്? ചോദ്യം 68. ഉത്തരം എ ആണ് സ്റ്റൈഫലോകോക്കസ്. ചോദ്യം 69. ശരിയായി പാകം ചെയ്യാത്ത പന്നിയിറച്ചിയിലൂടെ മനുഷ്യർക്ക് വരുന്ന രോഗത്തിൻ്റെ പേര്? ഉത്തരം എ ആണ് ട്രിച്ചിനോസിസ്. ചോദ്യം 70. വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അടിയന്തര സാഹചര്യം അല്ലാത്തത് ഏത്? ചോദ്യം 70. ഉത്തരം ഡി ആണ് അതിൽ കോഴിയുടെ എല്ല് കിടക്കുന്നുണ്ടെങ്കിൽ. ചോദ്യം 71. താഴെ പറയുന്നവയിൽ ടോക്സിൻ അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ടോക്സിൻ അല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ് കിമാറ്റോടോക്സിൻ. ചോദ്യം 72. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാൻ സാധ്യതയില്ലാത്ത ലോഹം ഏത്? ഉത്തരം സി ആണ് ഇരുമ്പ്.
ചോദ്യം 73. പെട്ടെന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ സാധ്യതയില്ലാത്തത് ആർക്ക്? ചോദ്യം 73. ഉത്തരം ഡി ആണ്, യുവാക്കൾക്ക്. ചോദ്യം 74. ഫുഡ് പോയ്സണിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഫുഡ് പോയ്സണിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ. ഉത്തരം എ ആണ്, ഛർദി, വയറ്റുവേദന, വയറിളക്കം. ചോദ്യം 75. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെസ്റ്റിന് അഥവാ കീടത്തിന് ഉദാഹരണം ഏത്? ചോദ്യം 75. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ചോദ്യം 76. ഒരു കസ്റ്റമറിന് നൽകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ബി ആണ്, പോർഷൻ കൺട്രോൾ. ചോദ്യം 77. നല്ല സാധനങ്ങൾ നോക്കി വാങ്ങുന്നയാൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വിലയും ഡാഷും ഉറപ്പാക്കും. ചോദ്യം 77. ഉത്തരം ഡി ആണ്, ക്വാളിറ്റി. ചോദ്യം 78. സൂപ്പുകൾക്കും സോസുകൾക്കും ഉപയോഗിക്കുന്ന പോർഷൻ കൺട്രോൾ ഉപകരണം ഏതാണ്? ചോദ്യം 78. ഉത്തരം എ ആണ്, ലാഡിൽസ്. ചോദ്യം 79. ഡാഷിൽ വാടക, നിരക്കുകൾ, ചൂടാക്കൽ, ലൈറ്റനിങ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ചോദ്യം 79. ഉത്തരം സി ആണ്, ഓവർഹെഡ്സ്. ചോദ്യം 80. വിൽപ്പന മൈനസ് ടോട്ടൽ കോസ്റ്റ് സമം ഡാഷ്. ചോദ്യം 80. ഉത്തരം എ ആണ്, നെറ്റ് പ്രോഫിറ്റ്. ചോദ്യം 81. കൺട്രോൾ സിസ്റ്റത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ചോദ്യം 81. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 82. വില നിർണ്ണയ രീതി ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വില നിർണ്ണയ രീതി ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം സ്റ്റാൻഡേർഡ് റെസിപ്പിഡ്. ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 83. സംഭരണത്തിനായി ഭക്ഷണങ്ങളെ ഡാഷായി തരംതിരിച്ചിരിക്കുന്നു. ചോദ്യം 83. ഉത്തരം സി ആണ്, 3ആയി തരംതിരിച്ചിരിക്കുന്നു. ചോദ്യം 84. ഡാഷ് ഭക്ഷണങ്ങളിൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, മാവ് മുതലായവ ഉൾപ്പെടുന്നു. ചോദ്യം 84. ഉത്തരം സി ആണ്, ഡ്രൈ. ചോദ്യം 85. ഫ്രഷ് ഇറച്ചിയും കോഴിയിറച്ചിയും സ്റ്റോർ ചെയ്യുന്നതിനുള്ള താപനില ഡാഷ് മുതൽ ഡാഷ് വരെയാണ്. ചോദ്യം 85. ഉത്തരം ഡി ആണ്, 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 6 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ. ചോദ്യം 86. എൻസൈമുകളുടെ സഹായത്തോടെ ഭക്ഷണം വിഘടിക്കുന്നതാണ്. എൻസൈമുകളുടെ സഹായത്തോടെ ഭക്ഷണം വിഘടിക്കുന്നതാണ്. ഉത്തരം എ ആണ്, ഡൈജഷൻ. ചോദ്യം 87. ഡാഷ് തരത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ട്. ഡാഷ് തരത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ട്. ഉത്തരം ഡി ആണ്, 2 തരത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ട്. ചോദ്യം 88. സെല്ലുലോസ് ഡാഷ് ആണ്. ചോദ്യം 88. സെല്ലുലോസ് ഡാഷ് ആണ്. ഉത്തരം ബി ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. ചോദ്യം 89. ഡാഷ് വിവിധ അമിനോ ആസിഡുകൾ ചേർന്നതാണ്. ചോദ്യം 89. ഉത്തരം സി ആണ്, പ്രോട്ടീൻ. ചോദ്യം 90. ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ഡാഷിൻ്റെ നല്ല ഉറവിടമാണ്. ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ഡാഷിൻ്റെ നല്ല ഉറവിടമാണ്. ചോദ്യം 90. ഉത്തരം ഡി ആണ്, വിറ്റാമിൻ എ. ചോദ്യം 91. ഡാഷ് ഒരു പ്രധാന ഉറവിടം സൂര്യപ്രകാശത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ചോദ്യം 91. ഉത്തരം ബി ആണ്, വിറ്റാമിൻ ഡി. ചോദ്യം 92. കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുമായി ചേർന്ന് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ഡാഷ് ആവശ്യമാണ്. ചോദ്യം 92. ഉത്തരം എ ആണ്, ഫോസ്ഫറസ്. ചോദ്യം 93. ഡാഷ് ചൂടാക്കുമ്പോൾ അത് കട്ടപിടിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഡാഷ് ചൂടാക്കുമ്പോൾ അത് കട്ടപിടിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഉത്തരം സി ആണ്, പ്രോട്ടീൻ. ചോദ്യം 94. ഭക്ഷണത്തിൻ്റെ ഊർജ്ജമൂല്യം അളക്കുന്നത് ഡാഷ് എന്ന പദമാണ്. ഭക്ഷണത്തിൻ്റെ ഊർജ്ജമൂല്യം. ഉത്തരം ബി ആണ്, കലോറി. ചോദ്യം 95. 10 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഡാഷ് കലോറി ഉൽപ്പാദിപ്പിക്കും. ചോദ്യം 95. ഉത്തരം ഡി ആണ്, 40 കലോറി ഉൽപ്പാദിപ്പിക്കും. ചോദ്യം 96. ഭക്ഷ്യനിറങ്ങൾ സ്വാഭാവികമായി എന്തിൽ നിന്നും ലഭിക്കുന്നു? ഭക്ഷ്യനിറങ്ങൾ സ്വാഭാവികമായി എന്തിൽ നിന്നും ലഭിക്കുന്നു? ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയിൽ നിന്നല്ല. ചോദ്യം 97. ഭക്ഷണത്തിൻ്റെ രുചിയും മണവും വർദ്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ചോദ്യം 97. ഉത്തരം സി ആണ്, ഫ്ലേവറിംഗ് ഉപയോഗിക്കുന്നു. ചോദ്യം 98. ഡാഷ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. ചോദ്യം 98. ഉത്തരം ബി ആണ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ചോദ്യം 99. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 പ്രകാരം സ്ഥാപിതമായൊരു സ്വയംഭരണ നിയമപരമായ സ്ഥാപനമാണ് ഡാഷ്. ഉത്തരം സി ആണ്, FSSAI. FSSAI.
സി ആണ് ഉത്തരം. ചോദ്യം 100. ഭക്ഷ്യ വ്യവസായത്തിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ ഡാഷ് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഉത്തരം ഡി ആണ് HACCP. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.